മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, നമസ്തേ, നമസ്കാരം, സുപ്രഭാതം, വെൽക്കം ബാക്ക് എവരിബഡി. യെസ്, ഗ്രേറ്റ്. ഒത്തിരി പുഞ്ചിരുണ്ടാവട്ടെ എല്ലാവരുടെയും മുഖത്ത്. ഹാപ്പി മോർണിംഗ്, പവർഫുൾ മോർണിംഗ് ആവട്ടെ. മഞ്ജുഷ ടി പി ചിരി ഉണ്ടാവട്ടെ മുഖത്ത്. യെസ്, സൂപ്പർ. ഇന്ന് സെഷനിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഫ്രൈഡേ ബൂട്ട് ക്യാമ്പാണ്. ഇന്ന് ഫ്രൈഡേ ബൂട്ട് ക്യാമ്പിൽ നമ്മൾ സംസാരിക്കുന്നത് വൈ അവർ പ്രേയേഴ്സ് ആർ നോട്ട് ആൻസേർഡ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ കേൾക്കാത്തത്, എന്തുകൊണ്ടാണ് പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്, അല്ലെങ്കിൽ പ്രപഞ്ചം കേൾക്കാത്തത്. ഞാൻ ഇന്നലെ ഓപ്പൺ പറഞ്ഞ പോലെ ജോമോൻ ആണ് ഈ ഒരു സെഷൻ ഉണ്ടാക്കാൻ. ജോമോനും പിന്നെ ജെഫിൻ രണ്ടുപേരും പ്രധാനപ്പെട്ട ഈ ഒരു സെഷൻ ഇങ്ങനെ എടുക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടും നല്ല രീതിയിൽ ചിന്തിച്ച് നടന്നിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് എന്റെ പ്രാർത്ഥന തൊട്ട് ദൈവം കേൾക്കുന്നില്ല, ഇല്ല അക്ഷര, അങ്ങനെ ചിന്തിക്കാറില്ല ഇടയ്ക്ക്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, നമ്മൾ പൂജ ചെയ്യും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും, പ്രാർത്ഥന നടത്തും, ദുആ ചെയ്യും, നിസ്കരിക്കും, ഇതൊക്കെ ചെയ്തിട്ടും ചോദിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല. എല്ലാ സ്റ്റെപ്പുകളും ഞാൻ ചെയ്യുന്നുണ്ട്, നോയമ്പെടുക്കുന്നുണ്ട്, 7 നോയമ്പും 40 നോയമ്പും ശബരിമല ഒക്കെ ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ. എന്തൊക്കെ ചെയ്തിട്ടും വി ഫീൽ അൺഹേർഡ്, കേൾക്കാത്ത പോലെ. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്ത പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കാണാത്ത പോലെ, എന്നെ കാണുന്നില്ല നീ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. നമ്മൾ പരാതി പറയാറ് ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചത് തരുന്നില്ല അല്ലേ ദീപവിശ്വാസ്. ഇതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും. പരീക്ഷ മാത്രമല്ല, നമ്മൾ പണിഷ് ചെയ്യുകയും ചെയ്യും, നമുക്ക് ഓരോ ശിക്ഷ തരുകയും ചെയ്യും ദൈവങ്ങൾ. ക്ലിയർ അല്ലേ രത്ന മാഡം? ഇങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും പ്രാർത്ഥന സംസാരിക്കുകയായിരുന്നു, ഒന്നും നടക്കാറില്ല. അതിന് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് സംഭവം നോക്കാം. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രം ചൊല്ലാന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരു യന്ത്രമാക്കി മാറ്റുന്നതാണ് പ്രാർത്ഥന. അപ്പൊ മനസ്സിനെ പ്രോപ്പറായിട്ട് യന്ത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വീഡിയോയിൽ വരുന്നത് ഹോസ്പിറ്റലാണ്, സോറി, നോ ഇഷ്യൂ വെച്ചു, നോ പ്രോബ്ലം. സോ പ്രേയേഴ്സ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഫീലിംഗ് എന്താണോ, നമ്മുടെ ഇമോഷൻ എന്താ, എപ്പോഴും നമുക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ എപ്പോഴും ഉണ്ടാവും. ചില ആൾക്കാർക്ക് സ്ഥായിയായിട്ടൊരു ഭാവം എപ്പോഴും ഒരു ഇമോഷൻ ഉണ്ടാവും. എപ്പോഴും സങ്കടമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യമായിരിക്കും. നിങ്ങൾക്ക് മെജോറിറ്റി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ, ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗ് അനുസരിച്ചാണ് പ്രാർത്ഥന ബലം കിട്ടിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ? നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഡോമിനന്റ് ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ നിസ്സംഗ ഭാവമായിരിക്കും, ഒന്നും നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭാവമായിരിക്കും. ഇങ്ങനെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് വെച്ച് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. സോ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം, ദൈവം ഈസ് നോട്ട് ഓൾവേസ് ആൻസറിങ് യുവർ ബൈബിൾ. എന്താ, നിങ്ങൾ വാക്കുകൾക്കല്ല ദൈവം നമുക്ക് ഉത്തരം തരുന്നത്, നമ്മുടെ വൈബ്രേഷൻ ആണ്, നമ്മുടെ ഫ്രീക്വൻസിയാണ് ഉത്തരം നൽകുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചോദിക്കുന്നുണ്ടാവും, പറയുന്നുണ്ടാവും. പക്ഷെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി, എനർജി ലെവൽ നമ്മൾ താഴെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാം. ശരിയല്ലേ സാബു തച്ചിൽ? അപ്പൊ നമുക്ക് നോക്കാം, ഏഴ് ഏഴ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. 7 റീസൺസ് വൈ പ്രേയേഴ്സ് ആർ നോട്ട് ആൻസേർഡ്. അപ്പൊ കേൾക്കാത്ത കാരണമാണ്, അറിയാത്ത കാരണമാണെങ്കിൽ നോട്ട് ചെയ്ത് പോവാം. നോട്ട് ചെയ്ത് മാത്രം പോരാ, ഇത് ഇന്ന് മുതൽ മാറ്റം വരുത്തുകയും വേണം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടോ, ഞാൻ ചെയ്യുന്നുണ്ടോ, എന്റെ പ്രവർത്തനം എങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്ത് റീറൈറ്റ് ചെയ്ത് അത് വേണം പോകാനായിട്ട്, തിരുത്തി വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ ആണോ ആശ? നിരാശയില്ലാതെ ആശയോട് മുന്നോട്ട് പോകേണ്ടതാണ്. ഓക്കെ, ശരി, എഴുതിക്കോളൂ. ഇത് നോട്ട് ചെയ്യാം. കേട്ടതായാലും കേൾക്കാത്തതായാലും ഒന്ന് നോട്ട് ചെയ്യാം. വീണ്ടും നമുക്കൊന്ന് ഇരുത്തി പോവാം. ശിവഗംഗൻ, പുസ്തകം പേരും കാണുന്നില്ല. ആ, അടിപൊളി, സൂപ്പർ. എഴുതിക്കോളൂ. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. യു ആർ ആസ്കിങ് ഫ്രം ലാക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഞാൻ അർത്ഥം എന്താന്ന് പറയാം. യു ആർ ഓൾവേസ്, അല്ലെങ്കിൽ യു ആർ ആസ്കിങ് ഫ്രം ലാക്ക്, നോട്ട് അബണ്ടൻസ്. യു ആർ ആസ്കിങ് ഫ്രം ലാക്ക്, നോട്ട് അബണ്ടൻസ്. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വൈബ്രേഷൻ സീറോയിലേക്ക് കൊണ്ടുപോയി ആബ്സൻസിൽ കൊണ്ടുപോകുന്ന പറയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ഭയമുണ്ട്. എത്ര പേർക്ക് അങ്ങനെയുണ്ട്? ഉള്ളിൽ ഭയം, ജീവിതത്തോട് പേടി, അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ പേടി, അല്ലെങ്കിൽ ഭയം എന്നൊരു ഒരു ഫാക്ടർ ഉള്ളിൽ കിടക്കുന്ന എനിക്ക് മർഫി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഡിസ്കണക്റ്റഡ് ആവും. ക്ലിയർ അല്ലേ? ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, കാരണം നമുക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞത് ശിക്ഷിക്കും, നല്ല പ്രവൃത്തിയാണെന്ന്. പണ്ട് മുതൽ നല്ല പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ദൈവത്തെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തത് തന്നെ. ക്ലിയർ അല്ലേ? അപ്പൊ അതായത് നല്ല രീതിയിൽ മനുഷ്യൻ നടക്കണം, സമൂഹം കള്ളവും തെറ്റും തിന്മ ചെയ്യാൻ പാടില്ല. അതിന് പകരം നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കണം. കൊച്ചു കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പറഞ്ഞ് പേടിപ്പിക്കല? കാരണം ദൈവം എന്നുള്ള ഫാക്ടർ അറിയില്ല കുട്ടിക്ക്. അപ്പൊ എന്ത് പറയും?
എന്തെങ്കിലും ഭൂതത്തിനോ പിശാചിനോ അല്ലെങ്കിൽ രണ്ട് കണ്ണിനോ ഇങ്ങനെയൊക്കെ ഓരോ രൂപങ്ങൾ അമ്മ ക്രിയേറ്റ് ചെയ്യും. അത് വരും, പിടിക്കും, വേഗം കഴിച്ചോ, കഴിച്ച് വന്ന് പിടിപ്പിക്കും, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു ഭയം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ മനുഷ്യൻ നല്ല ഇത് നടക്കുള്ളൂ. ആ ഭയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പണ്ട്. അതിങ്ങനെ എവല്യൂഷനെ വന്ന് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത്, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ദൈവം എന്ന് പറഞ്ഞ ഫാക്ടേഴ്സ് നമ്മുടെ ചെറുപ്പം മുതൽ അങ്ങനെ ആക്കി തന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് പേടിയാണ്, നല്ല പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ദൈവഭക്തി ഇല്ലാത്ത ആൾക്കാർ ഗംഭീരമായിട്ട് ജീവിക്കുന്നില്ലേ? ലോകത്ത് 700 കോടി ആളുകളാണ് ഓൾമോസ്റ്റ് ഉള്ളത്. 700 കോടി ആളുകളും ദൈവഭക്തരല്ല, വിശ്വാസികളല്ല. എന്നിട്ട് മറ്റു ജീവിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്. അപ്പൊ ഒന്നാമത്തെ ആ ഒരു പോയിന്റ് വരുന്നത്, നിങ്ങൾ ഭയത്തോടു കൂടി പ്രാർത്ഥന, ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലിക്കാതെ പോകും. രണ്ട്, ആവശ്യങ്ങൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആവശ്യങ്ങളിൽ കൂടുതൽ കണക്ട് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വരില്ല. ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് പറയുന്ന സമയത്ത് ഒരു ആവശ്യമായിരിക്കും പ്രധാനമായിട്ട്, പൈസ അല്ലെങ്കിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആരോഗ്യം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അത് കൂടുതൽ പ്രാർത്ഥിക്കണമെങ്കിൽ അത് നേരെ ഉൾട്ടയായിട്ട് സംഭവിക്കുക. ശരിയല്ലേ? ഇന്നലെ എക്സാമ്പിൾ പറയാം. ഇന്നലെ ജെഫി ഞാൻ സംസാരിച്ചു. ജെഫി ആ കൂട്ടത്തിൽ നിന്നില്ല, നെറ്റില്ല തോന്നുന്നു. ജെഫി ജർമ്മനിയിലാണ്. ജെഫി ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ആളെ ജീവിതത്തിൽ. ആഗ്രഹിച്ച പോലെ തന്നെ ജർമ്മനിയിലെത്തി, ആഗ്രഹിച്ച പോലെ ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റി. എൻ്റെ സെഷനിൽ വന്നതിന് ശേഷം അതൊക്കെ സംഭവിച്ചു. 3 മാസം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ പുള്ളിക്കാരത്തി ഇന്നലെ സംസാരിച്ചു ഇന്നലെ പേഴ്സണലായിട്ട് കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചാണ്. ഇന്നലെ വീണ്ടും സംസാരിച്ചു. എല്ലാ കാര്യവും നന്നായിട്ട് നടന്നു. ജർമ്മനിയിലെത്തി, ഇപ്പൊ ജോലി കിട്ടി, വീണ്ടും ജോലി അടുത്ത ലെവലിലേക്ക് മാറി. ഇതൊക്കെ നടന്നു, സംഭവിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം ശരിയാവുന്നില്ല. എന്താണ്? സാമ്പത്തികം സെറ്റ് ആവുന്നില്ല. ജോലി മാറിയെങ്കിൽ വിചാരിച്ച ശമ്പളത്തിലേക്ക് എത്തുന്നില്ല. അപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ? പൈസയ്ക്ക് വേണ്ടി ഹോപ്പിനൊപ്പിന് ചെയ്യുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി ഞാൻ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേഷൻ നടത്തുന്നുണ്ട്, ഞാൻ പൈസയ്ക്ക് വേണ്ടി ഇന്റെ കാര്യം ചെയ്യുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു നിർത്താൻ പറഞ്ഞു അതെല്ലാം. പൈസയ്ക്ക് വേണ്ടി ഓവറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാധനം ഉള്ളിൻ്റെ സാധനം വരും. എന്താന്ന് പറയാമായിരുന്നെങ്കിലും നമ്മൾ പൈസ അല്ലെങ്കിൽ ആരോ എന്തിനു വേണ്ടി ഒരു കാര്യത്തിന് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്താന്ന് പറയാമായിരുന്നെങ്കിലും പറയാമോ? ആ ഇല്ലായ്മ അല്ലെങ്കിൽ പൈസ കുറവ്, പൈസ കിട്ടുന്നില്ല എന്നുള്ളൊരു ഫാക്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. എന്റെ പൈസ ഇല്ലല്ലോ, പൈസ കിട്ടും, അതുകൊണ്ടാണ് അതിനോട് കൂടുതൽ ചെയ്തത്. അപ്പൊ എന്ത് സംഭവിക്കും? ആ സാധനം വരാണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് പൈസ മാത്രം ചെയ്താൽ പോരാ, മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്യുക. പൈസക്ക് വേണ്ടിയും ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, സ്പിരിച്വാലിറ്റി, ഇത് അഞ്ചും ഒരു ഗിത്താറിന്റെ 5 സ്ട്രിങ് പോലെ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ലാക്ക് ഫീലിംഗ് ഉണ്ടാവും. ഉണ്ടോ എന്നുണ്ടോ ചെക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് കുറവുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പൊ ആ ചിന്ത എപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? നേരെ നെഗറ്റിവിറ്റി സംഭവിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് പല ആൾക്കാരും ഓരോ ടെക്നിക്ക് പറഞ്ഞു തരും. എന്റെ ബന്ധങ്ങൾ മോശമാണ്, എന്താ ചെയ്യേണ്ടത്, അതിനെന്താ ചെയ്യേണ്ടത്? അത് മണ്ടത്തരമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ആ ബന്ധം മോശപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് പകരം ഞാൻ പറഞ്ഞത് എന്താണ്? അതൊന്നും ചിന്തിക്കരുത്. ജസ്റ്റ് ഡു ദ പ്രാക്ടീസസ്, ജസ്റ്റ് ഡു ദ പ്രാക്ടീസസ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ശരിയല്ലേ? പ്രപഞ്ചം ഒരു കണ്ണാടി പോലെ, മിറർ പോലെ, എന്ത് ഫീലിംഗ് ആണ് ഉള്ളിൽ കിടക്കുന്നത് അത് നേരെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും. വാട്ട് യു ഫോക്കസ് ഓൺ, ഇറ്റ് വിൽ എക്സ്പാൻഡ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഇന്ന് ഒരു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളെ ദൈവഭക്തരാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലൊക്കെ ചോദിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം ഒന്നും ചോദിക്കേണ്ടതാണ്. യു ജസ്റ്റ് ഡു യുവർ പ്രാക്ടീസസ്, ജസ്റ്റ് ഡു യുവർ കർമ്മ, റിസൾട്ട് തന്നെ വന്നോളൂ. അപ്പൊ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് മുതൽ കട്ട് ചെയ്യുക. അമ്പലത്തിൽ പോണ ആളെ നിനക്ക് ചെന്ന് കൈകൂപ്പി നിൽക്കുക. എല്ലാവർക്കും നന്മ വരുത്തണേ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കണേ. കഴിഞ്ഞു, മതി. എന്നിട്ട് 3 പ്രതിഷ്ഠം വയ്ക്കുക. ഹിന്ദുസ് ആണെങ്കിൽ. ക്രിസ്ത്യൻസ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവവചനം മാത്രം ചൊല്ല. ദൈവവചനങ്ങൾ ചൊല്ലേണ്ട സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ദൈവവചനങ്ങൾ മാത്രം ചൊല്ല. നെഗറ്റീവ് ആയിട്ടുള്ള വചനങ്ങൾ ചൊല്ലരുത്. അതായത് ലോകത്തിന്റെ പാപം തുടയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്ന രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കുക. ദൈവം വന്നത് കൂടുതൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് മാത്രം. അജുറി സാറേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ബൈബിളിൽ ഒരുപാട് പോസിറ്റീവ്സ് ആണ്. ആ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം, വചനങ്ങൾ മാത്രം ചൊല്ലാം. ഞാൻ പണ്ട് ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പെണ്ണ് സ്ഥിരമായിട്ട് വരും. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. കേട്ടിട്ടുണ്ടോ പാട്ട്? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. എന്തായാലും പിന്നെ അടുത്ത്
എന്താണ് ഓളങ്ങൾ കണ്ട് ഓളങ്ങൾ കണ്ട് നീ ഓളങ്ങൾ ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ആളൊക്കെ അതിനുള്ളിൽ തന്നെ ഓളങ്ങൾ ഒക്കെ ഉണ്ട്. അതായത് ആ ജീവിതം ദുരിതയാത്രയാണ്, പേടിക്കാതെ മുന്നോട്ട് പോകാനാ പറഞ്ഞത്. ആ പാട്ടിൽ തന്നെ നെഗറ്റിവിറ്റി ഉണ്ട്. ക്ലിയർ? അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചൊല്ല, പറയാ, ചെയ്യാന്നുള്ള. ഒന്നാമത്തെ പോയിന്റ്, യു ആർ ആസ്കിങ് ഫ്രം ലാക്ക്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഒരു സ്ത്രീ എപ്പോഴും പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് ഒരു എക്സാമ്പിൾ ആണ്, എടുത്താൽ മതി. എ വുമൺ ഓൾവേസ് പ്രേഡ് ഫോർ മണി. പൈസയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അവർക്ക് ഒരുപാട് കടമുണ്ട്, അവർക്ക് ഒരുപാട് ലോൺ അടിക്കാനുണ്ട്, അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അതിനുവേണ്ടി അവർ എല്ലാ ദിവസവും പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുക. ആ സ്ത്രീയുടെ ജീവിതത്തിൽ പൈസ വരുമോ? പറയാമോ? കാരണം അവർക്ക് ലോൺ ഉണ്ട്. ഒന്നാം തീയതി, ഇപ്പൊ നാളെ ഒന്നാം തീയതിയാണ്, നാളെ ഒന്നാം തീയതി കുറച്ച് പൈസ വന്നെങ്കിൽ നാളെ ലോൺ അടയ്ക്കാനുണ്ട്, നാളെ വണ്ടിയുടെ ലോൺ ഉണ്ട്, വീടിന്റെ ലോൺ ഉണ്ട്, നാളെ വാടക കൊടുക്കണം, പ്രൊവിഷൻ മേടിക്കണം. ആ ചിന്ത കൊണ്ട് പൈസ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലോണും കടമൊക്കെ അങ്ങനെ തന്നെ നിൽക്കും അവിടെ. ഇതാണ് ലാക്ക് എന്ന് പറഞ്ഞ ഫീല് ഉണ്ടാവും പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മാറ്റം വരാം. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. രണ്ടാമത്തെ പോയിന്റ് എഴുതാം. രണ്ടാമത്തെ, യു ആർ നോട്ട് ഇൻ അലൈൻമെന്റ്. യു ആർ നോട്ട് ഇൻ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും സക്സസിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ ഉള്ളില് ഞാൻ അതിന് യോഗ്യനാണോ എന്നൊരു മിസ് അലൈൻമെന്റ് ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടോ ചെക്ക് ചെയ്യാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു നെഗറ്റീവ് തോട്ട് എപ്പോഴെങ്കിലും, എനിക്കത്, ഞാൻ യോഗ്യനാണോ, എനിക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടോ, ഒരു മിസ് അലൈൻമെന്റ് ജീവിതത്തിൽ വരുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാം. എന്ത് കാര്യത്തിനും ഒരു പ്രോപ്പറായിട്ട് ദൈവമായിട്ടോ പ്രപഞ്ചമായിട്ടോ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ അലൈൻഡ് ആയിരിക്കണം. ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യത്തിൽ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ അലൈൻഡ് ആയിരിക്കണം. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, 35 വയസ്സ്, കല്യാണം നടന്നിട്ടില്ല, പുള്ളി ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നു, എല്ലാ ദിവസവും കല്യാണത്തിന് വേണ്ടി, റിലേഷൻഷിപ്പിന് വേണ്ടി പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ പുള്ളി ഒരു സുഹൃത്ത് വിളിച്ചു പറയാം, എടാ നമ്മുടെ ഇന്ന ചെറുക്കിന് കല്യാണമായി. ആ പുള്ളിയിൽ പെട്ടെന്ന് ചിന്ത, അവന് വരെ കല്യാണമായി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ അന്ന് അത്രയും ദിവസം ചെയ്ത പ്രാക്ടീസ് ഒക്കെ വീണ്ടും കട്ടായി. ശരിയാണോ? ബിലീഫ് ഇല്ലായ്മ എവിടേക്കോ കിടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഡിസ്ബിലീഫ് ഉണ്ട്, മിസ് അലൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, അല്ലെങ്കിൽ പ്രാർത്ഥന പ്രപഞ്ചം കേൾക്കില്ല. യുവർ പ്രേയേഴ്സ് ആർ നോട്ട് ആൻസേർഡ്. അങ്ങനെ ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അവിശ്വാസം നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായി വെച്ചിട്ടുണ്ടോ? നിങ്ങളല്ല കാരണം, നിങ്ങളുടെ അന്തരീക്ഷം, നിങ്ങളുടെ ചുറ്റുപാട്, വളർന്ന സാഹചര്യമൊക്കെയാണ് അതിന് കാരണം. അത് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വീണ്ടും പ്രാർത്ഥന കേൾക്കാതെ വരുന്നുണ്ടാവും. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. എപ്പോഴും ഒരു വർത്ത്ലെസ്, ഞാൻ അത് യോഗ്യനാണോ, എനിക്ക് അങ്ങനെ പറ്റുന്നതാണ്, ഞാൻ അങ്ങനെയൊക്കെ ഉള്ളിലൂടെ എവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ഭരിക്കാതെ പോകുന്നുണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ശരിയാണോ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട്? വിശ്വാസത്തോടെയുള്ള ആ, പ്രാർത്ഥനയാണ് സാറേ. വിശ്വാസമുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ദൈവം നൽകാതെ വരുമ്പോൾ, ജോബ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല തവണയായിട്ട്, ഉള്ളിന്റെ ഉള്ളില് ആ ഒരു അവിശ്വാസം എവിടെയോ കിടക്കുന്നുണ്ട്. അമ്മാമ്മയുടെ കഥ പലപ്പോഴും പറയുന്നതാണ്. അമ്മാമ്മ ഇന്ന് പള്ളിയിൽ പോണ ആളാണ്. പള്ളി ഇന്ന് പ്രത്യേക പ്രാർത്ഥന, വീടിന്റെ മുമ്പിൽ ഒരു ആൽമരമാണ്, ഒരു പുളിമരമാണ് തൊട്ട് മുമ്പിൽ. ഒരുപാട്, ഞാൻ പണ്ട് പറഞ്ഞ കഥയാ, ഒരുപാട് പുളി ഉണ്ടാവുന്ന മരമാണ്. അപ്പൊ ആ പുളിമരം വെട്ടാനും പറ്റുള്ള വീടിന് തൊട്ട് മുമ്പിലുമാണ്. അപ്പൊ എപ്പോഴും ഒരാൾ വന്നാൽ കാണാൻ പറ്റില്ല, ഈ പുളിമരം വലുതെ വലുതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാതിലിന് തൊട്ട് മുമ്പില്. അപ്പൊ ആരും വന്നൊക്കെ ഇങ്ങനെ എത്തി നോക്കണം, അന്നേരം കാണാൻ പറ്റുള്ളൂ ഗേറ്റ്. അപ്പൊ ഒരു ദിവസം അമ്മ തീരുമാനിച്ചു, രാത്രി നാളെ ഇപ്പൊ എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കണം, പുള്ളിമാരെ ഒരു കുറച്ചെങ്കിലും ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റി തരണേ എന്റെ ഭഗവാനെ, ഈ കർത്താവ് ഏത് രീതിയിൽ പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കാൻ പോയി, ഒരുപാട് പ്രാർത്ഥന നടത്തി. അന്ന് രാവിലെ തീരുമാനിച്ചത് എന്തായാലും മാറിയിരിക്കും, ഉറപ്പായിട്ട് മാറിയിരിക്കും. അങ്ങനെ ചെന്ന് നേരെ പ്രാർത്ഥിച്ചു. ഒരുപാട് നേരം അന്ന് പ്രാർത്ഥനോവേനൊക്കെ കൂടി തിരിച്ചു വന്ന വഴിക്ക് ഇങ്ങനെ നോക്കുവാണ്, വന്ന് നോക്കി 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 വരുമ്പോ തൊട്ട് ഇങ്ങനെ എത്താറായി നോക്കുമ്പോൾ പുളിമരത്തിന്റെ ഇലകൾ കാണാം. അപ്പൊ മനസ്സിലിങ്ങനെ ആശയം, മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട്, ഒരടി മാറിയിട്ടുണ്ട്. അടുത്ത് നോക്കിയപ്പോ എന്താ, ആൽമരം അവിടെ പുളിമരം അവിടെ തന്നെയുണ്ട്. അപ്പൊ അമ്മാമ്മ ഡയലോഗ് പറഞ്ഞു. അപ്പോഴേ എനിക്കറിയായിരുന്നു അത് മാറൂലെന്ന്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ജോമോനെ, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? ചോദിച്ചു യെസ്. നോക്കാം, നിങ്ങളെ ചോദിച്ചു നോക്കാം. നമ്മൾ കിട്ടാണ്ട് വരുമ്പോൾ ഡയലോഗ് ഉണ്ട്, എനിക്ക് അറിയായിരുന്നു നിങ്ങൾ സംഭവിക്കുന്നു, ഇങ്ങനെ എൻ്റെ ഒരു ജീവിതം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ അലൈൻഡ് ആണോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തോട് നിങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി അലൈൻഡ് ആണോ? അലൈൻമെന്റ് സാറേ, മിസ് അലൈൻഡ് ആണ്, ട്യൂണിങ് സാറേ പ്രോപ്പർ അല്ല. പറയൂ.
സാറേ മുമ്പേ സാറ് പറഞ്ഞ ഈ ആവശ്യങ്ങൾ കൂടുതൽ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെ തെറ്റാണ്. ആവശ്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ആവശ്യമുള്ളതുകൊണ്ടാണ് അല്ലെ. ആ ആവശ്യത്തിന് ആ ആവശ്യത്തിന് പുറകിൽ എന്താണ് ഇല്ലായ്മ ഉണ്ടാവും. പക്ഷെ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പറയാം, ബൈബിളിൽ ക്രിസ്ത്യാനിയായാലും പറയുന്നത് ഹിന്ദു നിന്റെ ആയാലും മുസ്ലിം ആയാലും ആവശ്യങ്ങൾ, എല്ലാവരുടെ അവസ്ഥ ശരിയാണ്. അല്ല ഇത് കേക്കെ, അല്ല ആവശ്യങ്ങൾ പ്രാർത്ഥനയോട് ഉപവാസത്തോട് നിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കണം. അതാ ജോമോനെ പറഞ്ഞേ, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് ഇതൊക്കെയാണ്. പണ്ട് പോലെ ആൾക്കാർ ദൈവകോപം ദൈവഭയം നന്നായി കണ്ണങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചോ കിട്ടും. പരീക്ഷ നാളെ പരീക്ഷ തലേദിവസം നീ അങ്ങോട്ട് പോകുക, ദൈവം അങ്ങോട്ട് അമ്പലത്തിൽ പോയിട്ട് നീ അങ്ങോട്ട് ഉരുകി അങ്ങോട്ട് പ്രാർത്ഥിക്ക്. ഉരുകാനാ പറയണേ അങ്ങോട്ട്. ഒരു മെഴുകുതിരി ഉരുകണ പോലെ അങ്ങോട്ട് ഉരുക അങ്ങോട്ട്. കോപ്പ് കിട്ടും പിറ്റേ ദിവസം. എന്റെ അഭിപ്രായത്തില് അവിടെ സന്തോഷമായിട്ട് പോയി പ്രാർത്ഥിക്കുക. നാളെ എക്സാം ആണോ, കട്ടക്ക് കൂടെ നിൽക്കണേ, നാളെ പൊളിക്കാൻ പോകണം, ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാണ്, എന്റെ കൂടെ നിൽക്കണോട്ടാ, മതി. എന്നിട്ട് പോയി പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയാണ് 24 മണിക്കൂറും. ഇത് കുറെ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സാധനം. നിങ്ങൾ എതിർക്കായിരിക്കും, പക്ഷെ ഞാനുള്ള സത്യം ഉള്ള കാര്യം പറയണം. ഞാൻ ഒരുപാട് പൈസ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് ഇടുന്ന ആളല്ല. എന്റെ വൈഫും അങ്ങനെ തന്നെയാണ്. പകരം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും വെക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ കുറെ പൈസ കൊണ്ട് ഞങ്ങൾ പെണ്ണാറ്റി കൊണ്ട് ഇങ്ങനെ 100 കണക്കിന് ഇടുന്ന ആളല്ല. പകരം ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ യോഗ്യപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുകയോ ചെയ്യും. എന്റെ വൈഫ് പലപ്പോഴും, വൈഫാണ് അത് കൂടുതലും പറയാറ് പണ്ട് മുതലേ, നമ്മൾ ദൈവത്തിന് പൈസയുടെ ആവശ്യമുണ്ടോ ചോദിക്കും എപ്പോഴും. അപ്പൊ ഇതുപോലെ മേ ബി റൈറ്റ് ഓർ റോങ് നിങ്ങൾക്ക് തിരുത്താം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ നമ്മുടെ പ്രവർത്തനവും കർമ്മങ്ങളും ഏറ്റവും പറഞ്ഞത്, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് മാറി കുറ്റം പറഞ്ഞ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഡെയിലി അമ്പലത്തിൽ പോണ ആളായിരുന്നു. എന്റെ സ്കൂൾ ഡേയ്സിൽ കോളേജ് ഡേയ്സിലൊക്കെ എല്ലാ അമ്പലത്തിൽ പോകും. കാരണം അമ്പലത്തിൽ തൊട്ടടുത്ത വീട്. അപ്പൊ ഞാൻ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അത്താഴ പൂജ എന്ന് പറയും, നിങ്ങൾക്ക് ഒരു ശരീരം അറിയില്ല. അത്താഴ പൂജ തൊഴുക, ഞാൻ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് ഈ നേദ്യത്തിന് സമയമുണ്ട്. അപ്പൊ നേദ്യ സമയം കുറച്ചു നേരം അടിച്ചിടും, നട അടിച്ചിടും. അപ്പൊ നമ്മൾ മാറി നിൽക്കണം. അപ്പൊ എന്നും അമ്പലത്തിൽ വരുന്ന സ്ത്രീകളാണ്. ഈ നടടച്ച സമയത്ത് ഇവരുടെ വർത്തമാനം മൊത്തം ഞാൻ കേൾക്കുന്ന ഓരോ നാട്ടിലെ പെണ്ണുങ്ങളെ പറ്റി കുറ്റങ്ങളാ. അപ്പുറത്തെ ഗീതയുടെ വടക്കേലെ ഗീതയുടെ മോൾക്ക് ഗർഭം, ആരാന്നറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെ ശബ്ദം താഴുകയും ചെയ്യും. ആ ഗീതയുടെ മോൾക്ക് എന്നിട്ട് ചവിട്ടി നിന്നിട്ട് ഗർഭം കല്യാണിക്കാത്ത കുട്ടിയാ, ഈ രീതിയിൽ. എന്നിട്ട് ഇന്നലെ കഴിഞ്ഞ നടപ്പാ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ പറഞ്ഞു. എന്താണ് അർത്ഥം? അപ്പൊ ഇതാണ് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു ട്യൂണിങ് തന്നെ അങ്ങനെയാണ്. എന്നിട്ട് ആ സ്ത്രീ വണ്ടിയിടിച്ച് മരിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 3:30 മണിക്ക്, ഞാനത് ലേഡി ഐ എം സോറി അവരെ കുറിച്ച് പറഞ്ഞാല്, എല്ലാ ദിവസവും രാവിലെ 3:30 മണിക്ക് അവർ രാവിലെ തൊഴുകാൻ വേണ്ടി ലേഡി, അവരും ഭർത്താവും കൂടെ എല്ലാ ദിവസവും രാവിലെ 3:30 മണിക്ക് ആലുവ ശിവരാത്രി മണപ്പുറം തൊഴുകും. ഞങ്ങളുടെ അമ്പലത്തിൽ തൊഴുതു തന്നെയാണ്. ഭയങ്കര ഭക്തരാ. വണ്ടി ഇടിച്ച് മരിച്ചു NH ല്. എന്നിട്ട് ഈ സ്ത്രീ ഒരുപാട് കിടന്നിട്ടാണ് മരിച്ചത്. വൈ വൈ ദിസ് ഇസ് ഹാപ്പനിങ്? ഇത്രയും തൊഴിലാളാണെന്നുണ്ടെങ്കിൽ സുഖത്തോടു കൂടി മരിക്കേണ്ടതല്ലേ, വേദന ഇല്ലാതെ മരിക്കേണ്ടായിരുന്നില്ലേ? വേണ്ടേ? ഓരോ വ്യക്തികളും ജീവിതത്തിൽ ഓരോ കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ പ്രോപ്പർ അലൈൻഡ് അല്ല, എവിടേക്കും മിസ് അലൈൻമെന്റ്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നു ജീവിതത്തിൽ. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും പല ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ ഞാൻ കേൾക്കും, എനിക്കറിയാം ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ദാറ്റ്. അല്ലാതെ നിങ്ങൾക്ക് സംഭവിക്കില്ല ജീവിതത്തിൽ. നോക്കാം, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. യു ആർ അറ്റാച്ച്ഡ് ടു ദി ഔട്ട്കം. നമ്മൾ എപ്പോഴും ഈ ഫലം നമ്മൾ കൂടുതൽ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. റിസൾട്ട്, നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് പലപ്പോഴും. പ്രാർത്ഥനയ്ക്ക് ഫലം നോക്കുന്ന ആൾക്കാരാണ്. സാറേ യു ആർ അറ്റാച്ച്ഡ് ടു ഔട്ട്കം. ഔട്ട്കമ്മിന് വേണ്ടി ഔട്ട്കം നോക്കി നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ എപ്പോഴും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും ചെയ്യണത്. എനർജി ഓഫ് അറ്റാച്ച്മെന്റ് സിഗ്നൽസ് ഡൗട്ട് എന്നാ പറയണേ. നമ്മൾ ഔട്ട്കം ഒരുപാട് നോക്കുന്ന ആളുടെ ഉള്ളിൽ സംശയം ഉണ്ടാകും, അറിഞ്ഞോ അറിയാതെയോ ഡൗട്ട് ഫോർമേഷൻ ചെയ്യുന്നുണ്ടാവും. ഡൗട്ട് എന്ന് പറഞ്ഞ സാധനം ഔട്ട്കമ്മിനെ കട്ട് ചെയ്യും. അവിടെയാണ് ലെറ്റ് ഗോ പ്രാക്ടീസസ്. മലയാളം പറഞ്ഞേ ലെറ്റ് ഗോ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്താ ലെറ്റ് ഗോ പ്രാക്ടീസസ്? പ്രാർത്ഥിക്കുക, പ്രവർത്തികൾ ചെയ്യുക, കട്ടട പ്രാക്ടീസസ് ചെയ്യുക, വിട്ടേക്കുക, പിന്നെ ചിന്തിക്കുന്നത് അതിനെ കുറിച്ച്. ശരിയല്ലേ? നിങ്ങൾ പലപ്പോഴും വീഡിയോസിൽ കാണുന്ന ടെക്നിക്ക് ഇതൊക്കെ കേൾക്കുന്നതാണ്. ലെറ്റ് ഗോ എക്സസൈസ്, ലെറ്റ് ഗോ പ്രാക്ടീസസ് നിങ്ങൾ കേൾക്കുന്നതാണ്. ഇതാണ് ലെറ്റ് ഗോ. പ്രാക്ടീസ് ചെയ്യുക, വിട്ടേക്കുക, അവർ ചിന്തിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ബാക്കി നിങ്ങൾ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുക, ഇമോഷൻ കറക്റ്റ് ചെയ്യുക, നിങ്ങൾ സന്തോഷം ഹാപ്പി ആയിട്ട് നടക്കുക, തുള്ളിച്ചാടി നടക്കുക. വീണ്ടും വൈകുന്നേരം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, രാവിലെ പ്രാക്ടീസ് ചെയ്യുക, വീട് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി ഇപ്പോൾ കർമ്മത്തിലേക്ക് പോവുക, നിങ്ങളുടെ ഇമോഷൻസ് ചെക്ക് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക.
ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഇങ്ങനെയാണോ സ്ഥിരം? എല്ലാ ദിവസവും നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമാണോ നടക്കുന്നത്? അല്ല, നിങ്ങൾക്ക് വിഷമം വരുന്നു, സങ്കടം വരുന്നു, അത് കുറേ നേരം നിൽക്കുന്നു. സന്തോഷം കുറച്ചു നേരം നിൽക്കുന്നുള്ളൂ, സങ്കടം 2, 3, 4 മണിക്കൂർ നിൽക്കുന്നു. പിണങ്ങിയിരിക്കുന്നു, ഭർത്താവായിട്ട് 2 ദിവസം 3 ദിവസം പിണങ്ങിയിരിക്കുന്നു, മുഖത്തോട് മുഖം നോക്കുന്നില്ല, ഭക്ഷണം ചോറും വെച്ച് വെച്ച് ചോറ് എന്ന് വെച്ചുകൊണ്ട് പോകുന്നു, നേരത്തെ പോയി കിടക്കുന്നു. ശരിയല്ലേ? അതിന് പകരം നേരെ പോയി സംസാരിച്ച് ഉള്ളിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് നേരെ പോയി സോറി പറഞ്ഞിട്ടാണെങ്കിൽ സോറി പറഞ്ഞ വിട്ടേക്ക്, മറന്നേക്ക്. അവിടെ ഈഗോ ഇല്ല. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്നുള്ള? മിക്ക സമയത്ത് ഞാൻ വൈഫ് എന്ന് കൂടും, ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും. അപ്പൊ എന്റെ അമ്മ പറയും, നാണമില്ലാത്തവൻ, നീ പോയി നീ ഈ ആണുങ്ങളുടെ വില കളയാനായിട്ട്. എന്റെ അമ്മ പറയണതാ. എന്തിനാണും പെണ്ണെന്ന് വ്യത്യാസം എന്താ? ഈക്വാലിറ്റി നമ്മള് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാ അല്ലെ? ദിവ്യാക്കയുടെ മുഖത്തിൽ പുഞ്ചിരുണ്ടാവട്ടെ. ദിവ്യ, യു ആർ സോ സീരിയസ്. ക്ലിയർ? അപ്പൊ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുക, എനർജി ഓഫ് അറ്റാച്ച്മെന്റ് സിഗ്നൽസ് ഡൗട്ട് ഉണ്ടാക്കുന്ന പറയാ. അതിന്റെ അർത്ഥത്തിലുള്ളൂ, ഐ ഡോണ്ട് ട്രസ്റ്റ് യു യൂണിവേഴ്സ്, എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്നാണ് നമ്മൾ അറിയാതെ വരുന്നത്. ക്ലിയർ ആണോ? റെഡി ആണോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഔട്ട്കം ഒരുപാട് നോക്കുന്ന എക്സാമ്പിൾ പറയാം. എന്റെ നാട്ടിൽ സിനി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സിനി എന്നൊരു പെൺകുട്ടി, അവളുടെ അച്ഛൻ ദാമോദരൻ ചേട്ടൻ, പുള്ളി, സിനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിക്ക് ഗവൺമെന്റ് ജോലിയുള്ള ആളെ തന്നെ വേണം കല്യാണം കഴിക്കാനായിട്ട്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ ഗവൺമെന്റ് ജോലിക്കാരൻ അങ്ങനെ നടന്ന് പെണ്ണിന് വയസ്സ് മൂത്ത് വരാം. വയസ്സ് ഇങ്ങനെ മൂത്ത് വന്ന് 28 വയസ്സ് 30 വയസ്സായി കഴിയുമ്പോൾ തീരുമാനിച്ചു, ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏതൊരു ചെറുക്കനായാലും മതി. എന്നിട്ട് വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന ചെറുക്കനായില്ല അന്വേഷിച്ചത്. അവര് ആ ആഗ്രഹം വിടുന്നത് വരെ കല്യാണം നടന്നില്ല. വേറെ കേസ് വന്നില്ല വീട്ടിലേക്ക്. അവർ ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള മെന്റലി ആ പെണ്ണ് കളഞ്ഞ ഈ സമയത്ത് വേറെ കേസ്, ഹരി എന്ന് പറഞ്ഞ ആൾ വന്നു. കല്യാണം കഴിച്ചു, 3 കുട്ടികളുണ്ട്, ഒരു ട്വിൻസും വേറെ കുട്ടി. സുഖമായിട്ട് 3 അമ്പിളേരായിട്ട് ജീവിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ക്ലിങ് ചെയ്ത് കിടക്കാന്ന് പറയും അറ്റാച്ച്മെന്റിൽ. അങ്ങനെ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. അപ്പൊ വളരെ ഫ്രീ ആയിരിക്കണം, ഒരു കാര്യത്തിലും ഓവർ അറ്റാച്ച്ഡ് ആവരുത്, പ്രാർത്ഥനകളോട് ഓവർ അറ്റാച്ച്ഡ് ആവരുത്. ജസ്റ്റ് ഡു ദ പ്രാക്ടീസ്, ജസ്റ്റ് ഡു ദി പ്രേയിങ്, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. ക്ലിയർ ആയ പറഞ്ഞ പോയിന്റ് എന്താന്നുള്ള നിങ്ങൾ പലപ്പോഴും ചോദിച്ചു നോക്കാം. പലപ്പോഴും നമ്മൾ രത്തം ചേച്ചി ശരിയല്ലേ, മരുമോൻ മിണ്ടുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ചെക്കേ ചെയ്യരുത്. രത്തം ചേച്ചി ക്ലിയർ ആവാം. വിളിച്ചോളൂ, സംസാരിക്കുമ്പോൾ സംസാരിക്കാം, പറയുമ്പോൾ അത് പറയാം, കേൾക്കുമ്പോൾ അത് കേൾക്കാം. അങ്ങനെ രത്തം ചേച്ചി ചിന്തിക്കുമ്പോൾ രത്തം ചേച്ചി ഹാപ്പിയായി. രത്തം ചേച്ചി ഹാപ്പി ആകുമ്പോൾ രത്തം ചേച്ചിയുടെ വൈബ്രേഷൻ വരാൻ തുടങ്ങും. വൈബ്രേഷൻ വരാൻ തുടങ്ങുമ്പോൾ മരുമോനിൽ മാറ്റം വരും. ശരിയല്ലേ? ഇത്രയുള്ള സിമ്പിളാണ്. അവൻ എന്നെ നോക്കിയില്ല. എന്റെ അമ്മ പലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ, അപ്പുറത്തെ വീട്ടിൽ വേറെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ അറിയും, തൊട്ടടുത്ത വീട്ടിലൊക്കെ റിലേറ്റീവ്സ് ആണ്. അപ്പൊ അവൻ ആ വഴി വരെ നോക്കി പോലുമില്ല എന്നാ എന്റെ അമ്മ പറയും. അവൻ നോക്കിയില്ല, ഇപ്പൊ എന്താ കുഴപ്പം? അമ്മയ്ക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ലേ പുള്ളി നോക്കാത്തോണ്ട്? അപ്പൊ ഇതൊക്കെയാണ് പുള്ളി കൊണ്ടിരിക്കണം. അവൻ നോക്കിയില്ല, അവൻ എന്നെ മിണ്ടിയില്ല, എന്നെ കണ്ട് ചിരിച്ചില്ല. ക്ലിയർ? അപ്പൊ ഈ സാധനം കളഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സന്തോഷം വരാൻ തുടങ്ങും. സന്തോഷം വരുമ്പോൾ മൊത്തത്തിൽ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, 4ാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. വെരി 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 ഇമ്പോർട്ടൻറ്റ്, നോട്ട് ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ. ഈ പ്രാർത്ഥനക്കാരൊരു കുഴപ്പതാ, ഞാൻ പറയുന്ന ഓവർ പ്രാർത്ഥനക്കാർ. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 20 മണിക്കൂർ ഒരു പ്രാർത്ഥനയായിരിക്കും, 4 മണിക്കൂറാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? ഓവർ പ്രാർത്ഥനയാണ്. എന്ത് പറഞ്ഞാൽ അപ്പം പ്രാർത്ഥനയാണ്, എന്ത് ചിന്തിച്ചാലും പ്രാർത്ഥന, എന്ത് ചെയ്യാൻ പോകുമ്പോഴും പ്രാർത്ഥന, പ്രാർത്ഥനയോട് പ്രാർത്ഥന. അതിന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പറയും ആൾക്കാർ, ഇങ്ങനെ പറയാ, ആസ്ക്, സിറ്റ്, എക്സ്പെക്ട്. ഇതാണ് സാധാരണ മനുഷ്യൻ ചെയ്യണത്. ആസ്ക്, സിറ്റ്, എക്സ്പെക്ട്. ചോദിക്കും, അവിടെ കുത്തിയിരിക്കും, എന്ന് പ്രതീക്ഷിച്ചിരിക്കും. ചോദിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ ദൈവമേ പ്രാർത്ഥിക്കുന്നു, പിന്നെ വീട്ടിലിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശബരിമലയ്ക്ക് മാലിട്ടിരിക്കുന്ന പോലെ. എന്നിട്ട് പിന്നെ പ്രതീക്ഷിച്ചിരിക്കുക, കിട്ടുമായിരിക്കും, വരേണ്ടതാണ്. വരുമോ? വരില്ല. അതിന് പകരം ചെയ്യേണ്ടത് ആസ്ക്, അലൈൻഡ്, ആക്ട്. ആസ്ക്, അലൈൻ, ആക്ട്. ചോദിക്കുക, മനസ്സും ശരീരം അതനുസരിച്ച് അലൈൻഡ് ആക്കാം, ദെൻ ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് വിയോജിപ്പിട്ട് നിങ്ങൾക്ക് പറയാം.
ക്ലിയർ അല്ലേ? ജിം ക്യാരി എക്സാമ്പിൾ പറയാം. ജിം ക്യാരി ഇതുപോലെ തന്നെ $10 മില്യൺ സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ എഴുതി വെച്ചു. അത് മാനിഫെസ്റ്റ് ചെയ്തു. പുള്ളി അതെല്ലാം റെഡിയാക്കി അവിടെ വെച്ചു. തൊട്ടടുത്ത ദിവസം മുതൽ പുള്ളി സ്ക്രിപ്റ്റ് കേൾക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, അഭിനയം പഠിക്കാൻ പോകുന്നു, സംവിധായകരെ ചെന്ന് കാണുന്നു, ഓടി അലഞ്ഞ് നടന്ന് പുള്ളിയെ ഡംബ് ആൻഡ് ഡംബ്ലർ സിനിമയിലേക്ക് സെലക്ട് ആവുന്നു. സിനിമ സക്സസ് ആവുന്നു. $10 മില്യൺ പുള്ളിക്ക് ചെക്ക് കിട്ടുന്നു ഫസ്റ്റ് സിനിമയിൽ. ജിം ക്യാരി. അല്ലാതെ ജിം ക്യാരി ചെക്ക് ചെയ്ത് വെച്ചിട്ട് സംവിധായകൻ എന്നെ ഇങ്ങോട്ട് രാവിലെ ഒന്ന് വാതിൽ മുട്ടി എന്നെ വിളിച്ചോളും, അപ്പൊ ഞാൻ പോയി അഭിനയിക്കുന്നു, അപ്പൊ എനിക്ക് ചെക്ക് കിട്ടുന്നു. അല്ല, പലപ്പോഴും നേരെ തിരിച്ചല്ലേ. പ്രാർത്ഥന കുറയ്ക്കുക, പ്രവൃത്തി കൂട്ടാം. അതുകൊണ്ടാണ് സായിപ്പിന്റെ ഡയലോഗ് ഉണ്ട്, വർക്ക് ഈസ് വർഷിപ്പ് എന്നാ പറയണേ. സായിപ്പ് പറയണ വർക്ക് ഈസ് വർഷിപ്പ്, അതായത് പ്രവർത്തനമാണ് പ്രാർത്ഥന. അല്ലേ? ഹലോ, ശരിയാണോ? യെസ്. ഈ തീരുമാനം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും ദൈവവും ഞാനും ഒന്നാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാവും. നമ്മളെപ്പോഴും ദൈവത്തെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ കാണുവാണ്. ഒരു പൊക്കത്ത് ഉയർത്തിരിക്കുന്ന ഒരാള്, ചീത്ത വിളിക്കുന്ന ആള്, എന്താണ് പണീഷ് ചെയ്യുന്ന ഒരാള്, നമ്മളെ അങ്ങനെ നേർവഴിക്ക് നടത്തുന്ന ആള്. നടത്തുന്നല്ല, നമ്മൾ നടക്കാണ് വേണ്ടത്. ക്ലിയർ ആണ്? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ദൈവം എപ്പോഴും നമ്മളൊരു സുഹൃത്തിനെ പോലെ ഒരു കൂടെ നിൽക്കുന്നത് അങ്ങനെ കാണണമെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പ്രപഞ്ചം ഒരു സുഹൃത്തായിട്ട് കാണാം, ആസ് എ ലവിങ് ഫ്രണ്ട്. നമുക്ക് ഉപകാരം മാത്രം ചെയ്യാനിരിക്കുന്ന ഏറ്റവും നല്ല സുഹൃത്ത് അതാവണം ദൈവം. നമ്മുടെ എഴുത്തുകാരി ഉണ്ടല്ലോ, മുസ്ലിമായിട്ട് മാറിയ ഒരു ലേഡി, മാധവിക്കുട്ടി മാധവിക്കുട്ടി മാധവക്കുട്ടി. മാധവക്കുട്ടി പറഞ്ഞെന്താ, കൃഷ്ണൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞല്ലേ നേരത്തെ, അല്ലേ? അതെ 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 യെസ്. കൃഷ്ണനെ ഒരു കാമുകനായിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ ആവണം, കാമുകനോ കാമുകിയാക്കാന്നുള്ള എന്റെ അഭിപ്രായം. റെഡി? അപ്പൊ ആ രീതിയിൽ വേണം മാറ്റം വരുത്താനായിട്ട്. 5ാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. നോ ബിലീഫ് ഇൻ ഡിവൈൻ ടൈമിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഞാൻ ഇന്നലെ ജഫീർ ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നോ ബിലീഫ് ഇൻ ഡിവൈൻ ടൈമിങ്. ആ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കാത്തത്, മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന് കാരണം പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അക്ഷരയ്ക്ക് കിട്ടിയ പോയിന്റ് എന്താണെന്നുള്ള, നോ ബിലീഫ് ഇൻ ഡിവൈൻ ടൈമിങ്. എപ്പോഴും ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. എന്താ ചെയ്യേണ്ടത്? വന്നോളൂ എൻ്റെ അടുത്ത്. ഞാൻ എൻ്റെ വെബിനാർ നടത്തും, ആദ്യ സമയം വെബിനാർ നടത്തും, ആൾക്കാരില്ല. 8 പേര്, 10 പേര്, 15, 20, 25 പേര്. പിന്നെ നടത്തിക്കൊണ്ടേയിരിക്കും. ആൾക്കാർ പയ്യെ പോയി കൂടാൻ തുടങ്ങി. 30 പേര്, 40 പേര്. ആൾക്കാർ ജോയിൻ ചെയ്യുന്നില്ല. വീണ്ടും നടത്താൻ തുടങ്ങി, ആൾക്കാർ ജോയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ 2 കൊല്ലം എനിക്ക് ഒറ്റ പ്രോഗ്രാമേ പ്രധാനമായിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ 21 ഡേയ്സ് മാത്രം. വേറെ പ്രോഗ്രാംസ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. ഇടയ്ക്ക് എന്തെങ്കിലും അഡ്വാൻസ് ഇതൊക്കെ നടത്തി പോകുന്നല്ലാതെ ഒന്നും കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ ഞാനൊന്നും കിട്ടുന്നില്ലല്ലോ, നടക്കുന്നില്ല, ഇതൊന്നും ചിന്തിച്ചിട്ട് പോലും. ചെന്നൈയിലെ സമയത്തൊക്കെ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് നമ്മൾ കൂടുതൽ പൈസ മാർക്കറ്റിൽ പമ്പ് ചെയ്യുന്നതും, ഒരുപാട് ആഡ് പോകുന്നുണ്ട്, ആൾക്കാർ കയറി വരുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കുമ്പോഴല്ലേ മാറ്റം വരുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് ഓഫ്ട്രാഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എല്ലാ ദിവസവും. 108 പ്രാവശ്യം ഹോപ്പനൊപ്പം ചൊല്ലാത്ത ദിവസമില്ല. കഴിഞ്ഞ 2 കൊല്ലം എനിക്ക് ഇതിൽ നിന്ന് ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല. വളരെ നിസ്സാര പൈസ കിട്ടുന്നുള്ളൂ. ഈ 1000 രൂപ 21 ഡേയ്സിന്റെ മാത്രം കിട്ടുന്നുള്ളൂ. ഞാൻ പ്രവർത്തിക്കുന്നില്ല. അതിനോട് കാര്യം ഇപ്പൊ ഒരുപാട് ക്ലാസ്സസ് വേറെ മാർക്കറ്റിംഗിന് വേറെ കോഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സിദ്ധാർത്ഥ രാജശേഖരനൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ മാറ്റം ആൾക്കാർ പയ്യെ പയ്യെ കൂടി കൂടി വരുന്നു. ലീഡുകൾ കൂടുന്നു, റിസൾട്ടുകൾ വരുന്നു. ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നു. ഇപ്പൊ കഴിഞ്ഞ 3 മാസം കംപ്ലീറ്റ് പ്രോഗ്രാംസ് പുതിയ വന്നു. ഫെങ്ഷു വന്നു, പുതിയ ചക്രതാർത്ഥ മാസം ഫെങ്ഷു ചക്രയുടെ പ്രോഗ്രാം വരുന്നു. ഇതൊക്കെ വരുന്നത് ഞാൻ ഇറങ്ങാതെ നടക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ്, നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ആ സമയത്ത് എല്ലാം എന്നിലേക്ക് വരികയോ ചെയ്യണം. ഓരോരോ അവസരങ്ങൾ ഇപ്പോൾ ഓരോ ഇതായിട്ട് എൻ്റെ അടുത്ത് പ്രോഗ്രാംസ് വരികയാണ്, എൻ്റെ മുമ്പിലേക്ക് വരും. ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ജസ്റ്റ് ഡു യുവർ ജോബ്. ഹരികുമാറിന് മനസ്സിലായോ എന്താന്നുള്ള? ഹരികുമാർ പി വി ക്ലിയർ ആണ്. അപ്പൊ ഡിവൈൻ ടൈം, ഇന്നും ഡിവൈൻ ടൈം വിശ്വസിക്കുക. നിങ്ങൾ എന്ത് ചോദിക്കുക, പ്രാർത്ഥന ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ, തരുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ, ചോദിക്കേ ചെയ്യരുത്. എന്നിലേക്ക് അത് വന്നോളൂ. ജിനി ക്ലിയർ ആണോ? ഓവർ എക്സ്പെക്ടേഷൻ ആണ് പലപ്പോഴും നമ്മുടെ കുഴപ്പം. ഭർത്താവ് അങ്ങനെ അല്ലല്ലോ, ഭർത്താവ് ഇങ്ങനെ ആവുന്നില്ല, ഭർത്താവ് അങ്ങനെ ആവുന്നില്ലല്ലോ, ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കൺസേൺ ആകുമ്പോൾ എന്താണോ നമ്മൾ ചിന്തിച്ച് അതിന് നേരെ ഓപ്പോസിറ്റ് ആവാൻ തുടങ്ങും. പലപ്പോഴും പറ്റണം അവിടെയാണ്. കുട്ടികൾ പഠിക്കുന്നില്ല, ഭയങ്കര മോശം. എപ്പോഴും അമ്മയ്ക്ക് പരാതിയാണ്, ഒരു അക്ഷരം പഠിക്കുന്നില്ല അവൻ. കോട്ടക്കണക്കിന് മാർക്കുണ്ടെന്ന് എങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കും? അവൻ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കും. ഇത് എന്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം കൂടിയാണ്. വൈഫ് ഇത് സ്ഥിരം പറയണം മോളുടെ അടുത്ത്. മോള് മോശമാണ്, 50 കണക്കിന് കഴിഞ്ഞ ദിവസം 9 കിട്ടിയത് മാർക്ക്. എന്നിട്ട് ഒളിച്ചു വെച്ചു, കിട്ടില്ല എന്ന് പറഞ്ഞു. ടീച്ചർ
ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു മാർക്കിന്റെ ആൻസർ ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ചോദിച്ചു ഞാൻ, എടി മാർക്ക് മാത്സ് കിട്ടിയോ? ആ മാത്സ് വന്ന് പോയി തന്നു, കിട്ടി കിട്ടി മാത്സ് കിട്ടി. ഞാൻ എവിടെയാ? അത് ഞാൻ സ്കൂളിൽ വെച്ച് മറന്നുപോയി. അതെന്താ മറന്നുപോയെ? അത് ഞാൻ പെട്ടെന്ന് ആ ടെൻഷനിൽ വെച്ചുപോയി. എത്ര മാർക്ക് ഉണ്ട്? ഓർത്തിട്ട് 9. ആ 9ആണ്. തോറ്റുപോയി. അപ്പൊ ഒന്നും പറഞ്ഞു തവണ ഞാൻ അല്ലെങ്കിൽ ഇത് ഇന്ത്യ എന്തിനാ പഠിക്കാന്നൊക്കെ ചോദിക്കണേ, ഒന്നും പറ്റിയില്ല. ഇപ്പൊ ട്യൂഷൻ വേറെ ക്ലാസ് ഒരാളെ ഏൽപ്പിച്ചിരിക്കുക മാത്സ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കാര്യം ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. എന്റെ വീട്ടിൽ എത്ര ദിവസം ഒളിപ്പിച്ച് നടന്നാന്നല്ലോ മാത്സ്. ഞാൻ വളരെ മോശം സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഓൾവേസ് ചെക്ക് ചെയ്യുക. യൂണിവേഴ്സ് പലപ്പോഴും പ്രപഞ്ചം വൈകിപ്പിക്കും, അറിഞ്ഞുകൊണ്ട് വൈകിപ്പിക്കും. എന്തിനാണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് മെന്റലി വൈബ്രേഷണലി സെറ്റ് ആവാൻ വേണ്ടി. നിങ്ങളെ സെറ്റായ സമയത്ത് നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങൾ കല്യാണം കഴിച്ചു, 25 വയസ്സ് എനിക്ക്, വൈഫിന് 23 വയസ്സ്. കല്യാണം കഴിച്ചു, ഞങ്ങൾ 6 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായത്. 6 കൊല്ലം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവാൻ കാരണം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യായിരുന്നു, ഒരു അമ്മയാവാനായിട്ട്, ഒരു അച്ഛനാവാനായിട്ട്. ഞങ്ങളൊക്കെ കുട്ടികളിയായിരുന്നു. ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് 6 കൊല്ലം എടുത്തത്. ക്ലിയർ? ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്നല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ ശുഭാപ്തിവിശ്വാസമുള്ളതായിരുന്നു. കുട്ടി ആയിക്കോളും, കുട്ടി ആയിക്കോളും. നിനക്ക് ആവില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും ഞാൻ ചിന്തിച്ചു അതൊക്കെ ആയിക്കോളും. നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തു, കാര്യം പ്രൊവൈഡ് ചെയ്തു. ഭയങ്കരമായിട്ട് മാജിക്കൽ ലൈഫാണ് എൻ്റെ സംഭവിച്ചു, ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കേട്ടോ, ഗിരിജാദേവി ഡോക്ടർ, ഈ രീതിയിൽ ചെയ്യേണ്ടത് ഒക്കെ ക്ലിയർ, എല്ലാം സൂപ്പർ, എല്ലാം അടിപൊളി. ഡോക്ടർ ഗിരിജാദേവി, ക്ലിയർ? അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ. സോഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കേട്ടോ. ആ പുസ്തകത്തിൽ താര ഷോർട്സ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ട്, ലേഡി, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. താര ഷോർട്സ് ഒരു ഇന്ത്യക്കാരിയാണ്. അവളുടെ എനിക്ക് സൗത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു, ബ്രാഹ്മിൺ ഫാമിലി തോന്നുന്നു. അപ്പൊ അവരുടെ അച്ഛനും അമ്മയും പണ്ട് കുടിയേറിയതാണ് യു കെയിലേക്ക്. യു കെയിൽ കുടിയേറി, യു കെയിലേക്ക് ഒരു താമസം മാറി. അങ്ങനെ അവര് വളരെ ചെറു പ്രായത്തിൽ കല്യാണം കഴിച്ചു. ആ കല്യാണം ഡ്രോപ്പായി, പൊളിഞ്ഞ് പാളിസായി പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ആളെ കല്യാണം കഴിച്ചു, അതും പൊളിഞ്ഞ് പാളിസായി. പിന്നെ അവർ നിർത്തി, കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ ഒരു പ്രാക്ടീസസിൽ പോയി. അങ്ങനെ അവർ ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റ് എന്തോ ആണ്. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻ, എന്താ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ പേര് സോഴ്സ് എന്ന പുസ്തകത്തിന്റെ പേര്. ചെക്ക് ചെയ്ത് കിട്ടും. ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവർ പ്രോപ്പർ പ്രാക്ടീസ് ചെയ്തു. ഇവർ പിന്നെ ചെക്ക് ചെയ്യുന്നേ ഇല്ല ഒരു കാര്യങ്ങളും. ഇവർ ചെയ്ത് ഇവര് മുമ്പിലേക്ക് ഒരു പയ്യൻ വരുമായിരുന്നു. അതാണ് ഷോർട്സ്, ആ പേരിന്റെ ലാസ്റ്റ്, താര ഷോർട്സ്. ഇന്ന് ഗംഭീരമായിട്ട് കല്യാണം കഴിച്ച് നടക്കുന്നു, കുട്ടികളായിട്ട് ഇന്നൊരു യു കെയിലും ലണ്ടനിലും യു എസിലൊക്കെ ഓടി നടക്കുന്നു, ക്ലാസ് എടുക്കുന്നു, പ്രോഗ്രാംസ് ചെയ്യുന്നു. മർഫി അടുത്തേക്ക് പറയുന്നത് അതാണ്, ജസ്റ്റ് ഡു യുവർ പ്രാക്ടീസസ്. കൺസേൺ ആവേ ചെയ്യരുത്. നമ്മൾ ഓവർ കൺസേൺ ആവുമ്പോൾ നമ്മളിലേക്ക് വരില്ല, അതൊന്ന് പോയിക്കൊണ്ടേയിരിക്കും, മരീചിക പോലെ ഇരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് അനോയാസിസ്. ക്ലിയർ? 6ാമത്തെ പോയിന്റ് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 6th പോയിന്റ്, ഹോൾഡിംഗ് ടു ഓൾഡ് എനർജി. പഴകിയ എനർജിയും കൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാതെ പോകും. ഓൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രോമയോ പണ്ട് കാലം സംഭവിച്ച കാര്യങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഇപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാതെ പോകും. അതായത് ഗിൽട്ട്, ഷെയിം, നാണക്കേട്, ദേഷ്യം, കുറ്റബോധം, എന്താണ് വൈരാഗ്യം, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ, കിടക്കുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അച്ഛൻ അന്ന് അടിച്ചത്, അമ്മ അന്ന് അങ്ങനെ ചീത്ത വിളിച്ചത്, എൻ്റെ അങ്ങനെ ചെറുപ്പം അങ്ങനെ ആയിപ്പോയത്, എനിക്ക് തരാതിരുന്നത്, എനിക്ക് കിട്ടാതിരുന്നത്, അതൊക്കെ ഉള്ളിൽ എപ്പോഴെങ്കിലും കിടക്കുകയോ വീണ്ടും വീണ്ടും നിങ്ങൾ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതോടെ കഴിഞ്ഞ ദിവസം മഞ്ജു ടീച്ചർ ഉണ്ടെന്ന്, മഞ്ജു മേഡത്തിന് പറഞ്ഞത്, ഇനി അങ്ങനെ തോന്നരുത്. മഞ്ജു ഉണ്ടോ? ഇല്ല, ഇന്നില്ല. ഞാൻ അവരടുത്ത് പറഞ്ഞതാണ്, എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് അങ്ങനെ ആയി പോയി എന്നൊരിക്കലും ചിന്തിക്കരുത്. അവരില്ല, ഞാൻ അവരുടെ കഥ പറയാം. ഡോക്ടറേറ്റ് കിട്ടാൻ അവർക്ക് ലേറ്റ് ആയി പോയി, എന്തോ എക്സാം വൈകി കിട്ടാതെ അങ്ങനെ എന്ത് സംഭവിച്ചു. അവരുടെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഡോക്ടറേറ്റ് കിട്ടി. എപ്പോഴും കുറ്റബോധം കൊണ്ട് നടക്കരുത് അവർ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അതെല്ലായിടത്ത് കളാ. ഈ ഡിവൈൻ ടൈമിംഗ് തന്നെയാണെന്ന് പറഞ്ഞത്. ആ സമയത്ത് കറക്റ്റ് വരേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു മാറ്റം വരുത്തി, പയ്യെ സന്തോഷത്തിൽ വരാൻ തുടങ്ങി. സന്തോഷം നമ്മൾ അറിയാണ്ട് പോകും, നമുക്ക് സന്തോഷിക്കാൻ പറ്റാണ്ടാവും. ജീവിതത്തിൽ അൾട്ടിമേറ്റ്ലി വേണ്ട നമുക്ക് എന്താണ്? സന്തോഷം, സമാധാനം, സുന്ദരമായിട്ട് ജീവിക്കുക. നടക്കുന്നില്ല, കാരണം ഇതാണ് ഓവർ എക്സ്പെക്ടേഷൻസ്. ക്ലിയർ? റെഡിയാണ്? അപ്പൊ അങ്ങനെ പഴകിയ ചിന്തകൾ ഉണ്ടെങ്കിൽ, ആ ചിന്തകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലിക്കാതെ പോകുന്ന പറയാം. ഞാൻ എൻ്റെ ഒരു കഥ പറയാം. എൻ്റെ കഥ, ഞാൻ കല്യാണം കഴിച്ചു, വൈഫിനെ സുമിയെ കല്യാണം കഴിച്ചു. നവംബർ 6ാം തീയതി കല്യാണം കഴിച്ചു. അങ്ങനെ മൂന്നാം കല്യാണം കഴിഞ്ഞ 4ൻ്റെ അന്ന് ഞാൻ ഓഫീസിലേക്ക് വരുവാണ്, തിരിച്ച മൂത്തോടുകൂടി. നേരെ വന്നപ്പോൾ തന്നെ എൻ്റെ മാനേജർക്ക് നേരെ പേപ്പർ കൈ നീട്ടി, രാകേഷ്
പേപ്പർ ഇട്ടുള്ളൂ. കാരണം കൊട്ടക്കണക്കിന് പെർഫോമൻസ് ആയിരുന്നു ഞാൻ ബിസിനസ് ജോലിയിൽ. പേപ്പർ ഇട്ടു, റിസൈൻ ചെയ്തോളൂ. പിന്നെ ഈഗോ ഉള്ള ദുരഭിമാനമുള്ള വ്യക്തിയാണ്. അപ്പം തന്നെ പേപ്പർ ഇട്ടു. നേരെ വീട്ടിൽ വൈഫിനോട് പറയാം, ജോലി പോയി, ലോൺ എടുത്തിട്ടുണ്ട്, കല്യാണത്തിന് ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ തേങ്ങ കല്യാണം കഴിച്ചതാ. 25 വയസ്സിൽ അറിയാലോ അവസ്ഥ. ബാക്കപ്പ് ഇല്ല, ഒരു കോപ്പും ഇല്ല, വീട്ടിൽ പറയാനും പറ്റൂല. എന്റെ നിർബന്ധത്തിന് കല്യാണം കഴിച്ചതാ. അപ്പൊ ഇതുപോലെ ഞാൻ ജോലി പോയല്ലോ, ഞാൻ സാധനം ചിന്തിക്കാൻ വന്ന് വലതുകാല് വെച്ച് വന്ന് കേറി എന്റെ പണിയും കളഞ്ഞു എന്ന് പറയും വേണമെങ്കിൽ നമ്മൾ, അല്ലെ ഭർത്താക്കന്മാർ പറയില്ലേ? ആ വലതുകാലം വെച്ച് കേറി എന്റെ പണിയും പോയി. പണി പോയത് അവള് കയറി വന്നോണ്ടാണ്, എന്റെ കുഴപ്പം കൊണ്ടല്ലേ, ഞാൻ പണി എടുക്കാത്തതുകൊണ്ടല്ലേ. പിറ്റേ ദിവസം മുതൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ബാഗ് കയറി. കാരണം ജോലിക്ക് പോകണവർ അഭിനയിക്കണമല്ലോ വീട്ടില്. നേരെ പോയിട്ട് ഓരോ ഫോൺ വിളി കാര്യം വിളിച്ച് ഓരോ ഇന്റർവ്യൂവിന് പോയി. അങ്ങനെ വിളിച്ചാണ് ഞാൻ SBI ഡിസംബർ 20-ാം തീയതി ഇന്റർവ്യൂവിന് പോകുന്നു. ജനുവരി 11-ാം തീയതി ജോയിൻ ചെയ്യുന്നു. പിന്നെ എന്റെ ജീവിതം വേറെ ലെവലില്ല. കാരണം എന്റെ ഉള്ളിൽ കിടന്നത് മുഴുവനും പഴകിയ ചിന്തകളായിരുന്നു. ഞാൻ ലോൺ എടുക്കാൻ മടിച്ച ആളാണ്. കാരണം ജോലി പോയാൽ എങ്ങനെ അടയ്ക്കും? ജോലി പോയിട്ടില്ല, ചിന്ത അങ്ങനെയാണ്. നാളെ ജോലി പോയാൽ എങ്ങനെ ലോൺ അടയ്ക്കും? അതെന്നെ എന്റെ ജീവിതം സംഭവിച്ചു. 6 ജോലി പടപടപടപട പോയിക്കൊണ്ടേയിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ കമ്മിറ്റ്മെന്റ് കാര്യങ്ങളായി, പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. പിന്നെ അങ്ങോട്ട് ഷോർട്ട് പോയി എന്റെ ലൈഫ്. ഒന്ന് വേറെ ലെവലിലേക്ക് ആയിപ്പോയി. ഒരുപാട് മെന്റേഴ്സ് ജീവിതത്തിൽ വന്നു. ക്ലിയർ? എന്റെ കഥ പറഞ്ഞതേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് നന്നായി സംഭവിച്ചത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ മാറ്റം വരും. ക്ലിയർ ആണ്? ഒരു ബൾബ് മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തംസ് അപ്പ് കാണിക്കുക, ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. 7ാമത്തെ പോയിന്റ്, യു ആർ സെൻഡിങ് മിക്സ്ഡ് വൈബ്രേഷൻസ്. മിക്സ്ഡ് വൈബ്രേഷൻ ടു ദി യൂണിവേഴ്സ്. യു ആർ സെൻഡിങ് മിക്സ്ഡ് വൈബ്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിക്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്ഥായി ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവും, എനർജി നമുക്ക് ഉണ്ടാവും എപ്പോഴും. ചിലപ്പോൾ സങ്കടമായിരിക്കും, നിസ്സംഗതയായിരിക്കും, വാട്ടവർ. നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് വേറൊന്ന്. 2 വൈബ്രേഷൻ ആണ് നമ്മൾ മുകളിലേക്ക് പോകണമെങ്കിൽ യൂണിവേഴ്സ് വിൽ ബി കൺഫ്യൂസ്ഡ്. അപ്പൊ എന്ത് ചെയ്യും? യൂണിവേഴ്സ് അത് തെരഞ്ഞെടുക്കും. ഏതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വൈബ്രേഷൻ, അത് യൂണിവേഴ്സ് എടുക്കും. ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? നമ്മളുള്ളിൽ കിടക്കുന്ന വിഷമം, നിസ്സംഗത, സാധനമൊക്കെ എന്ത് ചെയ്യും? യൂണിവേഴ്സ് നേരെ മിറർ കണ്ണാടി കാണിച്ചു തരും. നേരെ എന്താണ്? തഥാസ്തു, അത് തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. എന്ത് സംഭവിക്കും? നെഗറ്റീവ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. സങ്കടമുള്ള ആൾക്കാർ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബൈബിളിൽ ഒരു വചനമുണ്ട്, സമ്പത്തുള്ളവന് കൂടുതൽ സമ്പത്ത്, ദരിദ്രന് കൂടുതൽ ദാരിദ്ര്യം, അല്ലേ? അയ്യോ സർ, അങ്ങനെ ഡയലോഗ് ബൈബിളിലല്ലേ? പൂർ ബിക്കംസ് പൂറർ, റിച്ച് ബിക്കംസ് റിച്ചർ. എക്സാക്ട് ഡയലോഗ് എനിക്കറിയില്ല, ഈ വചനത്തിന്റെ ഏതാണ് ഇങ്ങനെയാണ്, അല്ലേ ജോമോനെ? യെസ്. പിന്നെ വേറൊന്നുണ്ട്, പലവിധ ചിന്തകളില്ലാതെ നിങ്ങൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിപ്പിൻ. ഇതൊക്കെ വായിച്ചിട്ടും ജോമൻ ചിന്തിച്ചു നോക്കൂ, ജോമൻ ചിന്തകൾ എങ്ങനെയാണ്. എല്ലാം അറിയാം, ലോകത്തെ സർവത്ര ചരിത്രം അറിയാം, പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ പാടില്ല എന്ന് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ. ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ മിക്സഡ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ ഡോമിനേറ്റ് ചെയ്ത വൈബ്രേഷൻ എന്താണ്, ഏത് ഇമോഷനാണ് കിടക്കുന്നത്. ഇമോഷൻ നിങ്ങൾ ഇന്നുപോലെ ചേഞ്ച് ചെയ്യുക. സങ്കടമാണ്, ദുരിതമാണ്, ബുദ്ധിമുട്ടാണ്, യെസ് സമ്മതിച്ചു. പക്ഷെ അത് വീണ്ടും അത് തന്നെ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ചേഞ്ച് യുവർ വൈബ്രേഷൻ, ചേഞ്ച് യുവർ എനർജി ലെവൽസ്, റേസ് യുവർ വൈബ്രേഷൻ. നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങുക, സന്തോഷത്തോട് നടക്കുന്നതായിട്ട് അഭിനയിക്കുക. ഉപബോധ മനസ്സിന് അറിയില്ല സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ, എന്താണ് കിടക്കുന്ന ഇമോഷൻ. ആ ഇമോഷൻ അങ്ങോട്ട് ബോധ മനസ്സിൽ നിന്ന് റാസ് വഴി അങ്ങോട്ട് എമിറ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായി അതനുസരിച്ച് സാധനം കണക്ട് ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് മാനിഫെസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് മുതൽ നല്ല വെളുക്ക ചിരിക്കാൻ രാവിലെ തന്നെ കണ്ണാടി നോക്കിയിട്ട് ഇപ്പൊ തന്നെ പല ആൾക്കാരും മുഖത്ത് എന്തെന്നില്ലാത്ത കടുന്നൽ കുത്തിയ പോലും മുഖം പല ആൾക്കാർ. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾ എന്നെ മാറി നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ മാറി, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മുഖത്ത് ശരിയായി. അപ്പൊ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു രാവിലെ സെഷന്റെ പ്രത്യേകത, ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടല്ല, ഞാൻ ഈ പറയുന്ന സാധനത്തോട് കൂടി നിങ്ങൾ പ്രോപ്പർ അലയുണ്ടാവുമ്പോൾ ജീവിതത്തിൽ മാറ്റാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ 7 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കും. എന്തുകൊണ്ട് പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്നൊരു പുസ്തകമാണ്, ഇംഗ്ലീഷിലാണ്. മിക്കവാറും നെക്സ്റ്റ് മന്ത് ഞാൻ പബ്ലിഷ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഈ സെഷൻ എടുക്കാൻ കാരണക്കാരൻ ജോമോനും ജെഫിയാണ്, രണ്ടും ജയാണ്. അപ്പോ താങ്ക് യു ജോമോൻ, ഈ ഇതിലേക്ക് ഉണ്ടാക്കാനായിട്ട് ജെഫിക്ക് നന്ദി പറയാണ്. താങ്ക് യു ഓൾ. അപ്പൊ ഒന്ന് മനസ്സിലാക്കി മാറ്റം വരുത്താം, മാറ്റം സംഭവിക്കും, നിങ്ങൾക്ക് മാറ്റം സംഭവിക്കട്ടെ ഒരുപാട്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.